എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: ശകടം പഞ്ചഹസ്തേഷു ദശഹസ്തേഷു വാജിനം ഗജം സഹസ്രഹസ്തേഷു ദുർജനം ദൂരതസ്ത്യജേത്. ശകടം എന്ന് പറഞ്ഞാൽ കാളവണ്ടി. ഒരു കാലഘട്ടത്തിൽ കാളവണ്ടിയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഈ കാളവണ്ടിയുടെ 5 അടി പിറകിലൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കുവാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ കുതിരവണ്ടി ആണെങ്കിൽ ആ കുതിരയുടെ കാലൊക്കെ പൊക്കിയാൽ അടി കിട്ടാത്ത വിധത്തിൽ ഒരു 10 അടി ദൂരം വെച്ച് നടക്കുക. പിന്നെ ആനയുടെ ഒരു 100 അടിയെങ്കിലും, 100 അല്ല, സഹസ്രം, 1000 അടിയെങ്കിലും ദൂരെ ആയിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. പിന്നെ ഇതിലൊക്കെ ഉപരി ദൂരം മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ ദുർജനങ്ങളുടെ. സാധാരണ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പോകുന്നത് ആ ചീറിപ്പാഞ്ച് പോകുന്നത് ആ വണ്ടികളുടെ കുറേ പിറകിൽ മാത്രമേ നമ്മൾ സഞ്ചരിക്കുവാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ അപകട സുനിശ്ചിതമാണ്. ഷടം ബ്രേക്ക് ഇട്ട് നിർത്തും ചിലവരൊക്കെ. അപ്പോൾ നമ്മൾ ചെന്നടിക്കും, നമ്മുടെ കാറ്റ് പോവും. അപ്പോൾ ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിലൊക്കെ ഉപരിയാണ് ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്. ഒരിക്കലും ദുർജനമാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ അവരെ ദൂരതസ്ത്യജേത്, വളരെ ദൂരത്തേക്ക് മാറ്റി നിർത്തിക്കൊള്ളണം. അടുപ്പിക്കാൻ പോലും പാടില്ല. അടുപ്പിച്ചാൽ അപകടം ഉറപ്പാണ്. അപ്പം സജ്ജനമാണോ ദുർജനമാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ചില സ്വഭാവങ്ങളിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ അവരെ ദൂരെ നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള പാഠം നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ഈ ഒരു സുഭാഷിതം പറയുന്നു. നന്ദി, നമസ്കാരം.